ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് വീഡിയോസ് ആയിട്ട് വന്നിട്ട് കുറെ കാലമായില്ലേ. അപ്പൊ ഇന്ന് ഞാൻ അറിയുന്ന ഒരു ചേച്ചിനെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നതാണ്. ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ, തിരുവാതിര കളിയിലൊക്കെ. ചേച്ചി സത്യം പറഞ്ഞാൽ വോയിസ് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചപ്പോൾ വിചാരിച്ച തിരുവാതിര കളിയുടെ ആയിരിക്കും എന്നൊക്കെയാണ്. ബാക്കി വോയിസ് കേട്ട് വരുന്നുള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ അവരൊരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു. ഹെയർ ഇങ്ങനെ കളർ കൊടുക്കണത്, അതായത് കറുപ്പിക്കുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചാനലിൽ കണ്ട് അതിൻ്റെ പരസ്യം കണ്ട് 499 രൂപ, 500 രൂപ എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ അത് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പറയുന്ന പരസ്യം പോലെയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, വേറെ ആർക്കും ഇതുപോലെ പറ്റില്ലേ. അപ്പം നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാണ് കേട്ടാ. അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി ഫേസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ചേച്ചി ഒന്ന് വയ്യാതിരിക്കുകയാണ്, വീണിട്ട് കാൽമ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമാണ്, ഞാൻ ഫേസ് കാണിക്കണില്ല, പറയേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. പേര് രതി എന്നാണ് കേട്ടാ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, 500 വീട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി പറ, എന്താണ് ശരിക്കും ഉണ്ടായത്? എനിക്ക് അലർജി ഉള്ളതാണേ. അപ്പൊ അവിടെ നെറ്റിയുടെ അടുത്ത് ഇങ്ങനെ വെളുത്ത മുടിയുണ്ട്. അപ്പൊ എനിക്ക് അലർജിയുടെ പൊടിയൊന്നും ലോക്കൽ വാങ്ങിച്ച് എനിക്ക് മുടിയിൽ തേക്കാൻ പറ്റില്ല. അപ്പൊ മുടി ചൊറിച്ചിലാണ്. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഫോണിൽ ഇതിൽ കണ്ട് യൂട്യൂബിൽ കണ്ടപ്പോ ഞാൻ ഇത് നല്ല സാധനം 450 രൂപയില്ല. പരസ്യത്തിൽ ഇങ്ങനെ അവര് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, തേച്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും 490 രൂപയല്ല, ഒരു പ്രാവശ്യം എല്ലാം യൂസ് ചെയ്യാൻ പറ്റുക, കൂടുതൽ ഉപയോഗിക്കാന്ന് വിചാരിച്ചു ഞാന്. അങ്ങനെ ഓൺലൈനിൽ വരുത്തിയതാണ്. അപ്പോ വാങ്ങിച്ച അന്ന് ഞാൻ എന്നിട്ട് പാക്കറ്റ് പൊട്ടിച്ചു. ഇതാണ് സാധനം, കാണിച്ചത്. ഇതാണ് സാധനം. ഇതിന് മേലെ മേബി ലക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ പ്രൊഡക്ട്സിന്റെ കവറാണത്. എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഫോണില് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ചേച്ചി പറയണത്. ഇതാണ് സംഭവം. ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയണത്. ഒരു തവണ ചെയ്തപ്പോ കറക്റ്റ് ആയില്ല, ഒരു തവണ ചെയ്തപ്പോ കറക്റ്റ് ആയി പറഞ്ഞു, പിന്നെ ചെയ്യുമ്പോ ഒന്നും ആവണില്ല. അപ്പൊ 500 രൂപ, 499 രൂപയാണ്. ചേച്ചി ഈ കാര്യത്തിൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പരസ്യം കണ്ടിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഉണ്ടോ, ചേച്ചി ഈ കാർട്ടിലേക്ക് അയച്ചു കൊടുത്തതിൻ്റെയാണ് 499 രൂപ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന്. അതായത് നമുക്ക് എന്തായാലും ഒരു തെറ്റ് പറ്റി, നമ്മളിപ്പോ കുറെ പരസ്യങ്ങൾ, ഇപ്പൊ ഞാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പറയാറെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. അതിപ്പോ മീഷോ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് എല്ലാവരും പറയാറില്ല. ചിലത് നല്ലതായിരിക്കും, ചിലത് ക്വാളിറ്റി കുറഞ്ഞിട്ട് കിട്ടാറുണ്ട്. നമുക്ക് ഇപ്പൊ അതിപ്പോ വല്ല ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നവ. ചിലപ്പോൾ നമുക്ക് അതേ കളർ അല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നും, ചിലപ്പോൾ നമുക്ക് ആ കളർ അല്ലല്ലോ എന്ന് തോന്നും, ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ചേച്ചി ഇതിപ്പോ ഒരു തവണ ആയിരിക്കില്ല എന്ന് എഴുതിയിട്ടാണ് വാങ്ങിയത്. ഒരു തവണ കുഴപ്പമുണ്ടായില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വാങ്ങാം. ഈ ഐറ്റം വാങ്ങുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് സംഭവം. ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പറ്റിപ്പോയി, ഇതുപോലെ ഇനി ആർക്കും പറ്റില്ലേ. 499 രൂപ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലല്ലോ. ചേച്ചി ഇത് വാങ്ങിയ സംഭവം ഒന്ന് വിശദീകരിക്കും. ഇത് യൂട്യൂബിൽ കണ്ടതാണോ, ടി വിയില് സീരിയൽ അങ്ങനത്തെ സിനിമ ടി വി കേബിളില് പരസ്യം കണ്ടതാണോ? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം, എന്തുണ്ടായിന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ. ഫോണിൽ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് വരെ കാണുമല്ലോ, പച്ചക്കറി ഇതൊക്കെ കാണും ഞാൻ. അതിലിങ്ങനെ പരസ്യം വരുമല്ലോ, അതില് കണ്ടതാണ്. അതിലിപ്പോ ആദ്യം കണ്ടപ്പോ ഞാൻ ഇതൊക്കെ പറ്റിക്കലാവും, വേണ്ടാന്ന് വിചാരിച്ചു. എന്താ അതിൽ കണ്ടത്? ഇതിങ്ങനെ ഇവരുടെ കമ്പനിയിലെ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ടും തേക്കണതും. ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ യൂസ് ചെയ്യണ സ്ത്രീകളെ ഇപ്പൊ ചോദിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എടുത്തവര് കാണിച്ചു, എന്നിട്ട് ജസ്റ്റ് തലയിൽ കാണിക്കുന്നില്ല. അതല്ലാണ്ട് ഇതിങ്ങനെ ഉപയോഗിച്ചു എന്നുകൊണ്ട് ആരെങ്കിലും അവര് പരസ്യം എന്താണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ പരസ്യം ഒന്ന് പറഞ്ഞ ചേച്ചി. ഇങ്ങനെ തന്നെ
അതായത് ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് അവർ ആദ്യം കാണിക്കും, എന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക, അപ്പൊ കറക്കുന്നു, അപ്പൊ കറക്കണ ഭാഗം അവര് കാണിക്കുന്നു, അത്ര ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ വാങ്ങിയതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു ചേച്ചി എങ്ങനെ അതിന്റെ ലിങ്ക് ഉണ്ട്, അതില് ചെയ്തപ്പോ അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാം, പേയ്മെന്റും പിന്നെ അഡ്രസ്സൊക്കെ കൊടുക്കുക. എത്ര ദിവസം കഴിഞ്ഞത് കിട്ടിയത്? അതൊരു 5-8 ദിവസം ഇതൊന്ന് അതായത് യൂട്യൂബില് ഈ വീഡിയോ കണ്ടു, ആ വീഡിയോന്റെ കമന്റിലായിരുന്നു ലിങ്ക്, എങ്ങനെയാ ലിങ്ക് എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിക്കുന്നത്. ആ ലിങ്ക് കിട്ടണേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോഴേ വരുള്ളൂ. അത് ആയിക്കോട്ടെ, അപ്പൊ അത് തൊടുകയാണോ ചെയ്തത്? അതായത് ഇത് വാങ്ങണ സൈറ്റിലേക്ക് എങ്ങനെ പോയി? അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യം വരൂല്ലോ, ടച്ച് ചെയ്യണ്ട, അതിലിങ്ങനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ അത് നമ്മള് കണ്ടില്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്താ പോവൂലോ. അത് സ്കിപ്പ് ചെയ്തില്ല, അതിന് കൊറേ കണ്ടു ഇങ്ങനെ കൊറേ നേരം. പിന്നെ ഇത് കൊറേ കണ്ടപ്പോ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാൻ ചെയ്ത്. ആദ്യമൊക്കെ കണ്ടു, അപ്പൊ സ്കിപ്പ് ചെയ്തില്ല. പിന്നെയും കണ്ടപ്പോ പിന്നെ വേറെ ഇങ്ങനെ ചാനലിൽ കാണുമ്പോഴേ സ്കിപ്പ് ചെയ്തു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ എനിക്ക് പിന്നെയും കണ്ടപ്പോ ഞാൻ ഒന്ന് ഓർഡർ ചെയ്യായിരുന്നു, നല്ലതാവും ചിലപ്പോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അതിലാണ് ചെയ്തത്. അപ്പൊ കിട്ടും ചെയ്തു. ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ആദ്യം ക്യാഷ് അടച്ചിട്ട് സാധനം കൊടുന്നറിയാം? നമ്മള് പൈസ അല്ല, സാധനം കൊടുത്തിട്ടാണ് പൈസ അടയ്ക്കുന്നത്. അപ്പൊ പിന്നെ ഒന്നും കൂടി നമുക്ക് വിശ്വാസം. അപ്പൊ ഞാൻ പൊട്ടിച്ചോക്കട്ടെ എന്ന് ചോദിച്ചാ കൊടുന്ന കുട്ടിയോട്, കുന്നാളത്തുള്ള കൊരിയാറിന്റെ കുട്ടി. അപ്പൊ പറയും അയ്യോ പറ്റില്ല ചേച്ചി, പൈസ തന്നതിന് ശേഷമാണ് പൊട്ടിക്കാൻ പാടുള്ളൂ. അല്ല, ഇപ്പൊ ഒരുവിധം കമ്പനിക്കാരൊക്കെ സാധനം പൊട്ടിച്ചു നോക്കി കമ്പനിക്കാർ നമുക്ക് കണ്ടു ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ക്യാഷ് വാങ്ങുള്ളൂ. ഒരുവിധ സാധനങ്ങളൊക്കെ അങ്ങനെയാ. ഈ കുട്ടി പറഞ്ഞ അങ്ങനെ പറ്റാ. അപ്പൊ കുട്ടീനോട് ചോദിച്ചാ എന്താ സാധനം വെച്ചപ്പോ ഇതാണ് സാധനം തന്നെ പൊട്ടിച്ച ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് കൊണ്ടുവന്ന കുട്ടി. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഇതൊക്കെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ചേച്ചിക്ക് നമ്മുടെ കുന്നംകുളത്തൊക്കെ ഷോപ്പില്ലേ നല്ല സാധനം. മോനെ എനിക്ക് അങ്ങനെയുള്ളൊന്നും അലർജി ഉള്ള കാര്യം വാങ്ങിച്ചത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ കൊറേ അതിനെ കാണണം, അപ്പൊ നല്ലതാന്ന് തോന്നി എനിക്ക്, അതുകൊണ്ടൊന്ന് ഓർഡർ ചെയ്തതാണ് എന്നാണ്. അയ്യോ ഇത്ര അധികം പൈസ അല്ലേ, നല്ലത് അല്ലെങ്കിൽ ആ പൈസ പോവില്ലേന്ന് വെച്ച കുട്ടി. ഇതിപ്പോ എന്താന്ന് വെച്ചാലേ ഈ കാർട്ട് എന്ന് പറഞ്ഞാലേ, ഈ കാർട്ട് പറഞ്ഞാ ഈ സാധനം തരുന്ന കമ്പനിക്കാരെ കൊറിയർകാർക്ക് എടുക്കും. ആ കൊറിയറിന്റെ കമ്പനിയുടെ പേരാണ് ഈ കാർട്ട്. അതായത് ഫ്ലിപ്കാർട്ടിന്റെ കയ്യിലോ ആമസോണിന്റെ കയ്യിലോ സാധനം ഈ കാർട്ടിലേക്ക് എത്തിയിട്ട് ആ ഈ കാർട്ടുകാരാണ് നമുക്ക് സപ്ലൈ എത്തിച്ചു തരുന്നത്. ഈ കമ്പനിക്കാരായിട്ട് കൊടുന്ന പോയമാർക്കൊന്നും യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ വല്ല അതായത് യൂട്യൂബിൽ കണ്ടപ്പോഴേ ഇവരുടെ കമ്പനിക്ക് വേറെ എന്തെങ്കിലും പേര് അങ്ങനെ എന്തെങ്കിലും കണ്ട, ഇതിന്റെ പേരല്ലാണ്ട് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഐറ്റത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. MRP എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ മുകളിൽ പ്രൊഡക്ഷൻ ഡേറ്റാ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അന്ന് കൊടുന്നപ്പോ തന്നെ ഇങ്ങനെ കയ്യുമ്പേ ഇങ്ങനെ തൊട്ടപ്പോ കളറ് വന്നു. എന്നിട്ട് പിന്നെ തുടയ്ക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് പോണില്ല. അത് തലമുലും മുടിയിലും തേച്ചപ്പോ അങ്ങനെ വന്നു. പക്ഷെ പിന്നെ കണ്ട ഇത് വരുന്നില്ല, കളറ് കണ്ടാ കളറില്ല. എനിക്ക് തോന്നണ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മളെ കൺമഷി പോലെ ഒരു ഇത് തോന്നുന്നുണ്ട്. അതുമ്മ ജസ്റ്റ് ടച്ച് ആവുമ്പോ നോക്കി, പക്ഷെ അതും ആവണില്ല. അല്ല, ആ ഒരു കളർ മാത്രം അതുമത്തെ ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ തോന്നണു കാണുമ്പോ. അപ്പൊ മൊത്തത്തില് യൂട്യൂബിൽ നിന്ന് പരസ്യം കണ്ടിട്ട് പുതിയ കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണവരോട് ചേച്ചിക്ക് പറയാനുള്ളത് എന്താ? എനിക്ക് പറയുന്നത് അങ്ങനെ വാങ്ങരുതെന്നാ ഞാൻ ഇപ്പൊ പറയുന്നത്. എന്താ നമ്മൾക്ക് പറ്റിയ ഏതെന്നല്ല, ഏത് സാധനം വാങ്ങുമ്പോ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികളെന്ന് വാങ്ങിക്കുക. നമുക്കിപ്പോ എന്ത് ഈ പറയും പോലെ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടേതായ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലായിടത്തും എല്ലാം കിട്ടാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളും ഒരുവിധമൊക്കെ ഓൺലൈൻ തന്നെയാട്ടോ. ഈ പറയുന്ന ഈ ഫോൺ വരെ ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇതുപോലുള്ള പ്രൊഡക്ട്സ് അതുപോലെ ഞങ്ങൾ വളരെ കുറവാണ്. ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഈ പറയും പോലെ ഞങ്ങൾ ഓൺലൈനിലാണ് ചേട്ടൻ വാങ്ങാറ്. ചേട്ടന്റെ ലാസ്റ്റത്തെ ഒരു ഫോൺ വാങ്ങിയിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് വാങ്ങിയ പൈസയെക്കാളും
10 ഇരട്ടി ഇപ്പൊ പോയിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് 1000 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് നല്ലൊരു അടി തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ വാങ്ങാറില്ല. പിന്നെ ഒരു ചതി കൂടിയും പറ്റിയില്ല സുനിയായിട്ട്. അതുപോലെ ഇപ്പൊ വന്നതിന് ശേഷം തന്നെയാ ഒരു കമ്പനിക്കാര് ഒക്കെ ഹിന്ദിക്കാരടുത്ത് നിന്ന് വാങ്ങുന്നതാണ് ചതി പറ്റുന്നത് നമുക്ക് കേട്ടോ. 999 രൂപയ്ക്ക് 4 ബനിയൻ കമ്പനിയിലാണ്. അവര് നല്ല എന്താ തുണി നേരിട്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ സുനിയായിട്ട് നല്ല ബനിയനാണ് ഓർഡർ ചെയ്യാറുണ്ട്. സുനിയായിട്ട് ഓർഡർ ചെയ്ത് വന്നത് പാന്റാ, ജീൻസ് പാന്റ് ബനിയൻ ഓർഡർ ചെയ്തിട്ട് അതിവിടെ ഉണ്ട്. അതൊരു 600 രൂപ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നില്ല. ഇല്ല പറ്റും. അതും ഇപ്പൊ പൈസ കൊടുത്തതിന് ശേഷം അവര് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പൈസ ചെയ്യണം. പക്ഷെ നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ സാധനം എടുക്കുമ്പോൾ ചെരുപ്പടക്കം സൈസ് മാറിയിട്ട് ഞങ്ങൾ എത്രയോ തവണ റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു റിട്ടേൺ പോളിസി 7 ദിവസം എഴുതും. നമ്മൾ 7ാമത്തെ ദിവസം അടക്കം പോളിസി ഇത് കൊടുത്തിട്ട് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല കമ്പനികൾ യൂസ് ചെയ്യുക. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ. അവർക്കും ചതികൾ പറ്റുന്നു, അവർക്കും പ്രശ്നങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഈ കൊറിയർ സ്റ്റാഫ് മാറ്റി വയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും വിശ്വസ്തമുള്ള കമ്പനിയിൽ നിന്ന് എടുക്കുക. പിന്നെ ഡ്രസ്സിൻ്റെ കേസിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സൈസിൽ ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ട് സൈസ് മാറ്റി തന്നിട്ടുണ്ട് അവർ. നമ്മൾ എടുക്കാറുണ്ട് ടീഷർട്ടൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ സൈസിൽ നമ്മൾ ചിലപ്പോൾ മീഡിയം പറഞ്ഞാലും ചിലപ്പോൾ അത് കുറച്ച് ലൂസായിട്ടാണ് വരിക. അപ്പോൾ അവർ മാറ്റി തരും. ചെരുപ്പാണ് നമുക്ക് കൂടുതലും മാറ്റേണ്ടി വന്നേക്കുന്നത്. ചേട്ടൻ പറയാ ഇനി ഒരു സാധനം അങ്ങനെ വാങ്ങിക്കില്ല, ഓൺലൈനിൽ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു പൈസ കൊടുത്തിട്ട് ഷോപ്പിൽ പോയി വാങ്ങിക്കാം. ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് എന്നോടും പറഞ്ഞിട്ട് ആളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമുക്ക് അനുഭവം 2 അനുഭവം കിട്ടിയപ്പോ പിന്നെ വേണ്ട, ഞാൻ ചെയ്യണ്ടെന്ന് ഓൺലൈനിൽ. അപ്പോൾ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊന്നുകൂടി എല്ലാവരും ഒന്ന് കാണിക്കുന്നത്. ഒരു ഫോട്ടോ തന്നെ എടുത്ത് വെച്ചോട്ടെ. അപ്പൊ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ വാങ്ങുന്നുണ്ട്. പലരും എല്ലാവരും ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇപ്പൊ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോ നല്ല കമ്പനി മാക്സിമം ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ കുറെ പരസ്യങ്ങൾ വരുന്നുണ്ടാവും. പിന്നെ എല്ലാവരും റിവ്യൂ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഒരുവിധമൊക്കെ ചെയ്യാറെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നന്നായി ശ്രദ്ധിച്ച് വാങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങുക. നമുക്ക് എളുപ്പം അത് തന്നെയാണ് കേട്ടോ. കാരണം ഫോൺ നോക്കി നമ്മൾ വില തിരക്കിലാണെങ്കിൽ നമുക്ക് അതാണ്ട് വേഗം ഓർഡർ ചെയ്ത് കൊടുത്ത് പിന്നെ വരുന്ന സമയത്ത് നോക്കിയാൽ മതി. അതുപോലെ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. കാരണം ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായി. ഇനി വേറെ ആർക്കും മാക്സിമം പറ്റാതിരിക്കാൻ. ഇതിപ്പോ എത്ര പേര് കാണുന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം. ഓക്കെ, ബൈ.